ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഒരു പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചേക്കണം. കഴിഞ്ഞ ദിവസവും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരി ഷൈമ എന്ന് പറയുന്ന ഒരു സഹോദരി എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്തു. 18 വയസ്സുള്ള ഒരു സഹോദരി. എന്തിനാ ആത്മഹത്യ ചെയ്ത്? ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് വേണ്ടി മാതാപിതാക്കൾ നിർബന്ധിച്ചു. നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ ഷൈമ എന്ന് പറയുന്ന സഹോദരി എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്തു. ആ ഷൈമ ആത്മഹത്യ ചെയ്തതിന്റെ തൊട്ടുപുറയില് സജീർ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആത്മാർത്ഥമായി സ്നേഹിച്ച 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യമേ കൈമുറിച്ചിട്ടും മരിച്ചില്ല. ആ ചങ്ങാതി ഹോസ്പിറ്റലിൽ നിന്ന് ചാടി അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ തൂക്കുകയർ എന്തിയിട്ട് അള്ളാഹുവെ കഴുത്തിൽ കയറിട്ട ആ പ്രിയപ്പെട്ട സജീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിട പറഞ്ഞു. എന്തേ? സ്നേഹിച്ച പെൺകുട്ടി മരിച്ചു, അതുകൊണ്ട് അവളോടൊപ്പം പോകുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ മാലാഹ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആക്കിയിട്ട് ഈ സജീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിട പറഞ്ഞു പോയി. ഞാൻ പറയാ, എവിടെ പോയി നമ്മുടെ ജീവിതം? പ്രേമിക്കും, അവസാനം സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനെ കിട്ടില്ല എന്ന് പറയുമ്പോ, വാപ്പ കെട്ടിച്ചു തരില്ല എന്ന് പറയുമ്പോ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടി തൂങ്ങേണ്ട അവസ്ഥ. ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സ് വരെ നിങ്ങളെ നോക്കിയ വാപ്പയാണോ വലുത്, അതോ 4 ദിവസം നിങ്ങളെ പ്രേമിച്ച ചെറുപ്പക്കാരനാണോ വലുത്? 18 വർഷത്തോളം വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട് നിങ്ങളെ വളർത്തിയ നിങ്ങളുടെ വാപ്പമാരാണോ വലുത്? ഈ കാനങ്ങാടിന്റെ പരിസരത്ത്, കാസർഗോഡിന്റെ, കേരളത്തിന്റെ പരിസരത്ത് സുബ്ഹാനല്ലാഹ് നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ വാപ്പയാണോ വലുത്? 4 ദിവസം നമുക്ക് മെസ്സേജ് അയച്ച് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനാണോ വലുത്? ഞാൻ നിങ്ങളോട് പറയാ, പ്രേമിച്ച് കല്യാണം കഴിക്കണവരുണ്ടെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും ഇലാ യൗമുൽ ഖിയാമ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ ബറക്കത്ത് സന്തോഷം നൽകുമെന്ന് വിചാരിക്കും വേണ്ട. അള്ളാഹു നീ കാത്തിരിക്കണേ റഹ്മാനെ, ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.